നമുക്കൊന്നൊരു ഗ്രീൻ പീസ് കറി വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസാണ്. വലിയൊരു ഉരുളക്കിഴങ്ങ്, വലിയ സൈസ് ഒരു സവാള, കുറച്ച് അത് കട്ട് ചെയ്ത് വെച്ചതാണ്, 2 കട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചെറിയൊരു സൈസ് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇനി വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് സവാള നല്ലോണം വഴറ്റി കൊടുക്കാം. നമുക്ക് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വേകാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. എല്ലാം യോജിപ്പിച്ച് കുക്കർ അടച്ച് വയ്ക്കാം. വേകാനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കറിയിൽ. നമുക്കത് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റിയുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്.